എറണാകുളം കോർപ്പറേഷൻ ഇത്തവണ എന്ത് വില കൊടുത്തും പിടിക്കണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. കോർപ്പറേഷന്റെ പ്രചരണ ചുമതല അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ചുമതല പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് പാർട്ടി നൽകിയിരിക്കുന്നത്. വി.ഡി. സതീശൻ തന്റെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിറവേറ്റിയെന്നാണ് DCC പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം ഭംഗിയായി പൂർത്തീകരിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയാക്കി. സ്ഥാനാർത്ഥികളെല്ലാം ആദ്യഘട്ട പ്രചരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. മികച്ച സ്ഥാനാർത്ഥികളാണ് ഇത്തവണ പാർട്ടി എറണാകുളം കോർപ്പറേഷനിൽ രംഗത്തിറക്കിയിരിക്കുന്നത്. KPCC ഭാരവാഹികൾ അടക്കമുള്ളവർ ഇത്തവണ മത്സര രംഗത്തുണ്ട്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, വൈപ്പിനിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദീപക് ജോയ് ഉൾപ്പെടെ ഉള്ള പ്രമുഖർ ഇത്തവണ ജനവിധി തേടുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ എറണാകുളത്ത് നോക്കിക്കാണുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കപ്പിനും ലിപ്പിനുമിടയിൽ കോർപ്പറേഷൻ നഷ്ടമായ കോൺഗ്രസിന് ഇത്തവണ എന്ത് വില കൊടുത്തും കോർപ്പറേഷൻ തിരിച്ചുപിടിക്കണം. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് കൃത്യമായ ചുമതല നൽകി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതും. പരിചയസമ്പന്നരെയും യുവത്വത്തിനും സ്ത്രീത്വത്തിനുമെല്ലാം ഒരേപോലെ മുൻതൂക്കം നൽകുന്ന സ്ഥാനാർത്ഥി പട്ടികയാണ് ഇത്തവണ കോൺഗ്രസ് പുറത്തുവിട്ടത്. സിറ്റിംഗ് കൗൺസിലർമാർ അടക്കമുള്ളവരെ ഇത്തവണ വീണ്ടും ജനവിധി തേടാൻ കോൺഗ്രസ് നിയോഗിക്കുകയും ചെയ്തു. ചില സ്ഥലങ്ങളിൽ ചില വിമത ഭീഷണി നിലനിൽക്കുന്നുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് കൊച്ചി കോർപ്പറേഷന്റെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന 100% ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ക്യാമ്പ് പങ്കുവെക്കുന്നത്. വലിയ പോരാട്ടം നടക്കുന്ന വാർഡുകളിൽ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവർ രാവ് പകലാക്കി തന്നെ പ്രവർത്തന രംഗത്തുണ്ട്. കാരണം കഴിഞ്ഞ തവണ നഷ്ടമായ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു അഭിമാന പ്രശ്നമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകമാനം കോൺഗ്രസിന് വലിയ പരാജയം നേരിട്ടപ്പോഴും കോൺഗ്രസ് പിടിച്ചു നിന്നത് എറണാകുളത്തെ മികച്ച വിജയത്തിലൂടെയാണ്. പക്ഷേ കഴിഞ്ഞ തവണ കോൺഗ്രസ് ഉറപ്പിച്ചിരുന്ന എറണാകുളം കോർപ്പറേഷൻ കോൺഗ്രസിന് കൈവിട്ടു പോകുകയും UDF വിമതരുടെ പിന്തുണയോടുകൂടി ഇടതുമുന്നണി കോർപ്പറേഷൻ ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇത്തവണ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നീങ്ങരുത്, കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചേ മതിയാകൂ എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് വി.ഡി. സതീശൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ഭംഗിയായി ചിട്ടയായി ഒത്തൊരുമയോടുകൂടി ഒരേ മനസ്സോടുകൂടി പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും മുന്നോട്ടു പോവുകയാണ്. ഇത്തവണ കോർപ്പറേഷൻ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ ആത്മവിശ്വാസം. ആ ശുഭാപ്തി വിശ്വാസം തന്നെയാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർ പങ്കുവെക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ് എറണാകുളം. അത്രയ്ക്ക് സുശക്തമായ സംഘടനാ സംവിധാനം, എണ്ണയിട്ട യന്ത്രം കണക്കെ ചലിക്കുന്ന സംഘടനാ മെഷീനറി. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് എറണാകുളം കോർപ്പറേഷനെ സംബന്ധിച്ച് ഭയപ്പെടാൻ ഒന്നുമില്ല. ഇത്തവണത്തെ എറണാകുളം കോർപ്പറേഷന്റെ ഭരണം കൈപിടിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കരങ്ങളിൽ ഒതുങ്ങുമെന്ന കാര്യത്തിലും കോൺഗ്രസ് പ്രവർത്തകർക്ക് സംശയമില്ല. ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം പുറത്തെടുത്ത് കുരുക്ഷേത്ര യുദ്ധത്തിൽ നടത്തിയ പോരാട്ടം പോലെയാണ് കോൺഗ്രസ് എറണാകുളം കോർപ്പറേഷനിൽ ഇത്തവണ പോരാട്ടത്തിനിറങ്ങുന്നത്. ആ പോരാട്ട ചൂടിൽ ആര് ജയിക്കുമെന്ന ചോദ്യത്തിന് കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: കോൺഗ്രസ് അല്ലാതെ മറ്റാർക്കും ഇത്തവണ എറണാകുളം കോർപ്പറേഷൻ ഭരിക്കാൻ കഴിയില്ല എന്ന്.